കഴിഞ്ഞ 4 ആഴ്ചയായി നടക്കുന്ന വെടിനിർത്തൽ, ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന വെടിനിർത്തലിനിടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിദേശ സന്ദർശനം അമേരിക്കൻ രാഷ്ട്രപതി ട്രംപ് ചെയ്യുകയാണ്. അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വാഷിംഗ്ടൺ DC-യിലുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസിൽ നിന്നും അദ്ദേഹം പുറപ്പെടുന്നതായിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവരാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. എലോൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. ടിം കുക്ക്, ആപ്പിളിന്റെ തലപ്പത്തിരിക്കുന്ന ആപ്പിൾ, ഇപ്പം അദ്ദേഹം ഇറങ്ങിയിട്ട് പുതിയൊരാൾ തലപ്പത്ത് വരാണ്. അതുപോലെയുള്ള വ്യവസായികളെ കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇറാൻ യുദ്ധത്തിൽ എന്തായിരിക്കും അവർ തമ്മിൽ നടക്കുന്ന ചർച്ച. ലോകത്തിലെ ഒന്നാമത്തെ ഏറ്റവും ശക്തനേറിയ നേതാവും രണ്ടാമത്തെ ഏറ്റവും ശക്തനേറിയ ചൈനയുടെ സി ജിൻപിങ്ങും. പിന്നെയുള്ള കാര്യം, തായ്വാൻ എന്ന ചൈനയ്ക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട സൗത്ത് ചൈന സീയിലെ സംഘർഷഭരിതമായ ആ സ്ഥിതിവിശേഷം. ഇതൊക്കെയാണ് ഇവര് അവിടെ ചർച്ച ചെയ്യും എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ട്രേഡ്, നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള താരിഫ് യുദ്ധം, ചൈനയ്ക്കെതിരെയുള്ള താരിഫുകൾ, ഇതിന്റെ ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഈ ഒരു ചർച്ച, അമേരിക്ക ചൈന ഉച്ചകോടിയിൽ നിന്നും ഉരുതിരിയാൻ പോകുന്ന കാര്യങ്ങളെന്ന് നമുക്ക് മിഥുനോട് ചോദിച്ചറിയാം. മിഥുൻ, എന്താണ് ഇത്രയും സംഘർഷഭരിതമായ ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ട്രംപ് എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഓക്കെ, നമുക്ക് കുറച്ച് സമയം ഈ ട്രംപിനെ തെറി പറഞ്ഞുകൊണ്ട് കാശ് വാങ്ങുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ അനാലിസിസ് നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ആക്ച്വലി ഫാക്ട്സിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പൊ ചൈനയാണ് നമ്മുടെ മെയിൻ ഇഷ്യൂ അല്ലേ. ചൈനയുടെ ക്രൂഡ് ഓയിലിന്റെ ഇറക്കുമതി തകർന്നിരിക്കുകയാണ്. 30% ഇടിവാണ് അവരുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ കഴിഞ്ഞ 2 മാസം കൊണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം അത് എവിടെ നിന്ന് വരുന്ന അറിയാം അല്ലേ. തീർച്ചയായും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഇറാന്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. വിലക്കുറവിൽ ഇറാനിൽ നിന്ന് എണ്ണ കിട്ടിയിരുന്നു ആർക്ക്? ചൈനയ്ക്ക്. അത് ചൈന അവിടെ ടീപോട്ട് ഫാക്ടറീസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി അത് പ്രോസസ്സ് ചെയ്ത് അവരുടെ വ്യവസായ ഇന്ധന മേഖല, വ്യവസായ യന്ത്രം വില കുറഞ്ഞ എണ്ണ വാങ്ങിച്ചുകൊണ്ടാണ് മുന്നേറി പോയിക്കൊണ്ടിരുന്നത്. ആ പൈപ്പ് ലൈൻ ഇപ്പൊ എന്തായി ഇല്ലാതെ മറിയുകയാണ് അല്ലേ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ട്രഷറി വകുപ്പുകൾ റിഫൈനറികൾക്ക്, ചൈനീസ് റിഫൈനറികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഏകദേശം 19ഓളം ചൈനീസ് കപ്പലുകൾ അവിടെ കടക്കുകയാണ് ഹോർമുസിൽ. അമേരിക്കയാണെങ്കിൽ കടത്തി വിടുന്നില്ല. ഏകദേശം $13 ബില്യൺ വില വരുന്ന ഇറാനിയൻ എണ്ണ $13 ബില്യൺ കേട്ടോ. അതിൻ്റെ ഫലം $13 ബില്യൺ എണ്ണ കെട്ടിക്കിടക്കുന്നതിൻ്റെ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ചൈനയിലെ വിലക്കയറ്റം മുന്നോട്ട് പോയിരിക്കുകയാണ്. സാധാരണ 2022 ശേഷമുള്ള ഏറ്റവും വലിയ നിരക്കായിട്ടുള്ള ഇൻഫ്ലേഷൻ എത്തിയിരിക്കുകയാണ്. 2.8 എത്തിയിരിക്കുകയാണ്. പെട്രോൾ വില 19% കൂടിയിരിക്കുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് ആരോപിച്ചത്. ഇത് ചൈന എന്ന് പറയുന്നത് ഏകാധിപത്യ രാജ്യമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹോൾഡ് പോയാൽ എന്തുണ്ടാവും സാറേ, അവിടെ കടന്നു പോകും അല്ലേ, ഇപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ആ വലിയ പ്രശ്നം, അതായത് സപ്ലൈ ഷോക്കാണ് ആര് കൊടുത്തിരിക്കുന്നത്? ട്രംപ്. അപ്പൊ ട്രംപ് അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വലിയൊരു സന്ദേശമായിട്ടാണ്. ലോകത്തിന്റെ ഊർജ പ്രതിസന്ധി സോൾവ് ചെയ്യാനുള്ള താക്കോൽ പാരകയിലുണ്ട് ട്രംപിന്റെ. ആ ഒരു അപ്പർ ഹാൻഡുമാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് പല ഇളവുകൾ വേണം, ഇളവുകൾ കിട്ടിയാലും ഞാൻ ആ താക്കോട്ട് തുറക്കുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞു ടിം കുക്ക് പോകുന്നുണ്ട്, പിന്നെ ഇലോൺ മസ്ക് പോകുന്നില്ല അല്ലെ. ഇലോൺ മസ്കിനും ടിം കുക്കിനും ചൈന എന്ന് പറഞ്ഞ വളരെ പ്രിയപ്പെട്ട രാജ്യമാണ്. കാരണം ഷാങ്ഹായിലാണ് ടെസ്ലയുടെ ഏറ്റവും വലിയ ഫാക്ടറി ഉള്ളത്. ടിം കുക്ക് എന്ന് പറയുന്നത് ചൈനയുടെ സപ്ലൈ ചെയിനെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ CEO ആവുന്നതിന് മുമ്പ്, അറിയോ ടിം കുക്ക്. അപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുന്നത് ട്രംപ് പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, AI ബന്ധപ്പെട്ട ആരെയും കൊണ്ടുപോകുന്നില്ല. ആ കൊണ്ടുവന്ന് പരസ്യ കമ്പനികളായാലും മെറ്റ, പിന്നെ ടെസ്ല, പിന്നെ ആപ്പിള്, ഇത് മാത്രം. AI ഓപ്പൺ AI ആരെയും കൊണ്ടുപോകുന്നില്ല ട്രംപ്. ആരെയും കൊണ്ടുപോകുന്നില്ല. ട്രംപിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് ഞാൻ എണ്ണയുടെ ഒഴുക്ക് പല ലെവലിലേക്ക് വെക്കാം, വിലക്കയറ്റം കുറയ്ക്കാം, വ്യവസായ യന്ത്രം എല്ലാം ചെയ്യാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അംഗീകരിക്കാതെ ഇളവുകൾ വേണം. അതായത് ഇറാനെ നിങ്ങൾ എന്നെ സഹായിക്കൂ, ഇറാന്റെ ഒതുക്കി തീർക്കാൻ ഹെൽപ്പ് ചെയ്യൂ, അതിന് പകരമായിട്ട് എണ്ണയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാറേ.
ഇതിൽ താങ്കൾ വിട്ടുപോയ ഒരു ഘടകം കൂടി ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താങ്കൾ പ്രതിപാദിച്ച ഇറാനിൽ നിന്ന് മാത്രമല്ല ചൈനയ്ക്ക് എണ്ണ ഇങ്ങനെ രഹസ്യമായിട്ട് അവർ വാങ്ങിയിരുന്നു, ബ്ലാക്ക് മാർക്കറ്റിൽ വാങ്ങിയിരുന്നത്. അവർ വെനുസുലയിൽ നിന്നും വാങ്ങിയിരുന്നു. വെനുസുലയിൽ നിന്നും ട്രംപ് അടച്ചുപൂട്ടി, ഇറാനിൽ നിന്നും അടച്ചുപൂട്ടി. ആ അടച്ചുപൂട്ട് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ നടുക്കെ തല്ലിയൊട്ടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നീക്കുപോക്കാണ് ട്രംപ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചെയ്തു വെച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തില് അങ്ങനെ ചില കാര്യങ്ങൾ അവര് രഹസ്യമായിട്ട് ചെയ്യും. പിന്നീന്ന് പണ്ട് കേരനായരൻ എന്ന നേതാവ് പറഞ്ഞു പിന്നിൽ നിന്ന് കുത്തിയിട്ട് മുമ്പിൽ വന്ന് ചിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ അതെ, അങ്ങനെ ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് അദ്ദേഹം ഇപ്പൊ അവിടേക്ക് പോയിരിക്കുന്നത്. വെനുസുലയിൽ നിന്ന് വ്യക്തമായിട്ടും അവിടെ നിന്ന് മധുര ഇരിക്കുന്ന സമയത്ത് എണ്ണ നല്ല ഒഴുക്കുണ്ടായിരുന്നു അവിടേക്ക്, രഹസ്യമായിട്ട് എണ്ണ. ഇപ്പൊ ഇറാനിൽ നിന്നും ഒഴുക്കുണ്ടായിരുന്നു. അത് നിന്നപ്പോൾ ചൈനയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം ചിലപ്പോൾ ഒരു പക്ഷെ അത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിരിക്കാം. കാരണം ചൈന യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ എന്ന് ആയിരിക്കാം ഒരു പക്ഷെ ട്രംപ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ട്രംപ് നാളെ അവിടെ പോകുന്നത്. നടക്കുന്ന വിഷയങ്ങൾ തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമോ എന്നറിയില്ല. രണ്ടാമത് ഇറാൻ യുദ്ധം ചിലപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ ട്രംപ് ചിലപ്പോൾ സി ജിൻപിങ്ങിനെ ഏൽപ്പിക്കും. കാരണം അവർക്ക് അത്രയും ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. കാരണം അതിനുവേണ്ടിയാണ് ഹോർമുസ് കടലിടുക്കിന്റെ ഇവിടെ ചെക്ക് പറഞ്ഞിരിക്കുന്നതിന്റെ തെക്ക് ഭാഗത്തായിട്ട് അമേരിക്ക പോയി ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, ബ്ലോക്കേഡും ഉപരോധങ്ങളും അടങ്ങുന്ന ലോകത്തേക്ക് നടക്കുന്ന ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ രണ്ട് ഏറ്റവും വലിയ ശക്തമേറിയ നേതാക്കന്മാർ അവിടെ ചെന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാധാന്യം.